3 വർഷം കൊണ്ട് ഏകദേശം 1 ലക്ഷം ദിർഹംസിന് മുകളിൽ ഫോറക്സ് ട്രേഡിങ്ങിലൂടെ ഞാൻ മാർക്കറ്റിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് 1 ലക്ഷം ദിർഹംസ് മാർക്കറ്റിൽ ഇട്ടിട്ട് അത് ട്രേഡ് ചെയ്ത് നശിപ്പിച്ചു, അങ്ങനെയല്ല. തുടക്കത്തിൽ നമ്മളൊരു 5000 ദിർഹംസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു, അത് പോയി. പിന്നെ 2000, ചിലപ്പം വീണ്ടും ഒരു 5000, ചിലപ്പോൾ 1000, 100, 500, 10000 ലോൺ എടുത്തിട്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വരെ പൈസ എടുത്തിട്ട് ചില സമയത്ത് നമ്മൾ പൈസ ഇട്ടിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 3 വർഷം കൊണ്ട് പഠിച്ചെടുത്ത പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്ക്, ഒരു ഡിസിപ്ലിൻ ടെക്നിക്കും കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവർക്കും തന്നെ തോന്നിയിട്ടുണ്ടാവും ഇതൊരു തട്ടിപ്പാണോ, അല്ലെങ്കിൽ ഇതൊരു ഉടായ്പാണോ, ഈ ഫോറക്സ് ട്രേഡിങ് ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണോ. ഫോറക്സ് ട്രേഡിങ്ങിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആരോടാണ് ട്രേഡ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. നമ്മൾ ഈ മൊബൈൽ ഫോണിലെ ഒരു സ്ക്രീനിൽ കുറച്ച് കാൻഡിലുകൾ കാണുന്നു, അതനുസരിച്ച് മൊബൈൽ ഫോണിൽ ബ്രോക്കർ ചാർട്ട് പോയിട്ട് ട്രേഡ് എടുക്കുന്നു. ആ പരിപാടി ആദ്യം തന്നെ നിർത്തുക. മൊബൈൽ ഫോണിൽ നിന്നും ആ ട്രേഡിംഗ് ടെർമിനൽ അൺഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമ്മളെപ്പോഴും ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ടെർമിനലോ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ വലിയ ക്യാപിറ്റൽ ഇട്ടിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ നല്ല ബ്രോക്കേഴ്സിനെ സെലക്ട് ചെയ്യുക. എപ്പോഴും ബ്രോക്കർമാരുടെ അടുത്ത് നിന്ന് നല്ല ബ്രോക്കർ എങ്ങനെ ഫൈൻഡ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നല്ല പ്രൊഫഷണൽ ബ്രോക്കേഴ്സ് ഒരിക്കലും നിങ്ങളെ രാവിലെ വിളിച്ചിട്ട് ഇന്ന് മാർക്കറ്റ് ഇങ്ങനെയാണ്, അതിൽ ഇന്നത് ഇതെടുക്കണം, ഇന്ന് ട്രേഡ് എടുക്ക്, ആ ട്രേഡ് എടുക്ക്, ഈ ട്രേഡ് എടുക്ക് എന്നൊന്നും പറഞ്ഞ് നമ്മളെ ഒരിക്കലും അവർ ഡിസ്റ്റർബ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ പിന്നാലെ നടന്ന് ഫോളോ അപ്പ് ചെയ്യാനോ അവർ വരില്ല. പകരം അവർ നമുക്ക് ഇമെയിൽ ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതുവഴിയോ ഒരു അന്നത്തെ ദിവസം വരാൻ സാധ്യതയുള്ള ചില ലെവൽസ് പറയുന്നുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ പൊതുവെ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ ബ്രോക്കേഴ്സിൻ്റെ അടുത്താണെങ്കിൽ അതൊക്കെ വലിയ ക്യാപിറ്റലുള്ള വലിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചെറിയ ക്യാപിറ്റലും വെച്ചിട്ട് ചെറിയ രീതിയിൽ ഈ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്ന ആളുകൾ, അതുപോലെ ഇതിൽ കൂടെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതിൽ ഡിസിപ്ലിനാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. ഇന്ന് ഒരു 5000 ദിർഹംസ് ഇട്ടിട്ട് നാളെ 5000 ദിർഹംസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കലാപരിപാടി അല്ല ട്രേഡിങ്. പകരം വളരെ ചെറിയ സ്റ്റെപ്പിൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ചുള്ള ലോട്ട് സൈസ് എടുത്ത് ചെറിയ ചെറിയ ലാഭങ്ങൾ എടുത്തുണ്ടാക്കി അത് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വലിയ പ്രോഫിറ്റുകളിലേക്ക് പോകേണ്ടത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതൊന്നും പുതുമുള്ള കാര്യമല്ല. മിക്കവാറും 2-3 വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഈ പറഞ്ഞ എല്ലാവിധ മാനസിക പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ടാകും. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മിക്ക ആളുകൾക്കും പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു അബദ്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എത്രയാണ് നിങ്ങളുടെ ലോട്ട് സൈസ് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡെയിലി ടാർഗറ്റ് ഇല്ല. ഇന്ന് നിങ്ങളൊരു 5000 ദിർഹംസ് അല്ലെങ്കിൽ ഒരു 10000 ദിർഹംസ് കൊടുത്തിട്ട് മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് അന്നത്തെ ദിവസം നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ചുള്ള പ്രോഫിറ്റ് ടാർഗറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. എത്രയാണ് നിങ്ങളുടെ ലോസ് ടാർഗറ്റ് എന്ന് നിങ്ങൾക്കറിയില്ല. എത്ര ലോട്ട് എടുക്കണം, അതായത് ആ എടുക്കേണ്ട ക്വാണ്ടിറ്റി എത്രയാണ് എന്നുള്ളതിനെ പറ്റി ധാരണയില്ല. അതുപോലെ തന്നെ മാക്സിമം എത്ര ട്രേഡ് എടുക്കണം, ഏത് സമയത്ത് എടുക്കണം, ഇതിനെപ്പറ്റി പോലും ധാരണയില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് വലിയ രീതിയിലേക്ക് പോകാൻ പറ്റും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഒരുപാട് നഷ്ടം വരുത്തി മെൻ്റലി ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്ക് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാവുന്ന ഒരു പരിപാടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു ടൂൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് ട്രേഡേഴ്സിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടും, അതുപോലെ ഈ അൽഗോരിതംസ് ഒക്കെ ഉണ്ടാക്കുന്ന കോഡിംഗ് ഭാഷ അറിയുന്ന 2-3 നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവരായിട്ടുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ടേബിൾ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് ഞാനൊരു വെബ്സൈറ്റായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫ്രീ പാക്കേജസ് ഉണ്ട്, നിങ്ങൾക്ക് ഫ്രീ എടുക്കാം. നിങ്ങളൊരു എക്സ്പീരിയൻസ് ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ പാക്കേജ് എടുത്താൽ മതി. അതിനകത്ത് നിങ്ങൾക്ക് പെർ ഡേ ടാർഗറ്റ്, പെർ ഡേ ലോസ് അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ നിങ്ങൾ അതിനകത്ത് ഒരു വർഷത്തേക്ക്, അതായത് നിങ്ങളിപ്പോൾ ഇന്ന് ട്രേഡ് എടുത്ത് ഇന്ന് ആ പറഞ്ഞ പ്രോഫിറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു പോർട്ട്ഫോളിയോ എത്ര ഉണ്ടാവും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഫിഗർ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതിലൊരു ഗ്രാഫ് ഉണ്ട്. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം, വലിയ കോംപ്ലിക്കേഷൻ ഒന്നല്ല. ഇതൊരു ടൂള് മാത്രമാണ്. ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ട്രേഡിംഗ് ടിപ്പ് തരുന്നതോ
അങ്ങനത്തെ ഒരു സംഭവമേ അല്ല. മറിച്ച് നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ച് എത്ര വലിപ്പമുള്ള ലോട്ട്സ് നിങ്ങൾ എടുക്കണം എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതിൽ പോവാം, ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്കതിൽ ഫ്രീ പാക്കേജസ് എടുത്ത് നോക്കാം. പിന്നെ അതിൽ പെയ്ഡ് പാക്കേജ് ഉണ്ട്. പെയ്ഡ് പാക്കേജ് അറിയുമ്പോൾ 1000-2000 ദിറംസൊന്നുമല്ല, 150 ദിറംസിൽ താഴെ മാത്രമാണ് അതിൻ്റെ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ ഫീസ് വരുന്നത്. ആ പെർട്ടിക്കുലർ പോയിന്റ് എങ്ങനെയുള്ള ആളുകൾക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കൊരു അറിയണം എത്രയാണ് നിങ്ങളുടെ മാക്സിമം ലോട്ട് സൈസ് എത്ര എടുക്കണം, അതുപോലെ മാക്സിമം എത്ര ട്രേഡ്സ് എടുക്കണം, മാക്സിമം എത്ര പിപ്പ് അറിയാലോ ടിക്ക്, അത് എത്ര പോയിന്റ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം, ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ഡെയിലി കുറച്ച് ഇൻസൈറ്റ്സ് ഉണ്ടാവും. അതായത് ഈ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദിവസവും അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ആ ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജിൽ നിങ്ങൾ ഇപ്പോൾ രാവിലെ എണീച്ചു, നിങ്ങൾ നിങ്ങളുടെ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിൽ നിങ്ങളുടെ ക്യാപിറ്റൽ എൻ്റർ ചെയ്യുക. ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാക്സിമം എത്രയാണ് അന്നത്തെ പ്രോഫിറ്റ് ടാർഗറ്റ്, എത്രയാണ് ലോട്ട് സൈസ് എടുക്കേണ്ടത്, എത്രയാണ് മാക്സിമം നമ്പർ ഓഫ് ട്രേഡ്സ് എടുക്കേണ്ടത്, എത്ര മാക്സിമം വരെ ലോസ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത്ര കൂടുതൽ, ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ നിങ്ങൾ സിമ്പിളായിട്ട് ഫോളോ ചെയ്യുക. ഒരു കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ ആ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒന്നും വേണ്ട, നിങ്ങളൊരു 60 ദിവസം അത് ട്രൈ ചെയ്യുക. എന്തിനാണ് ഈ 60 ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 150 ദിറംസും നിങ്ങൾക്ക് റീഫണ്ടായിട്ട് എടുക്കാം. അപ്പോൾ അതിൽ ഒരു 3 പാക്കേജസ് ഉണ്ട്. അതിനകത്ത് ഒരു ഫ്രീ ഉണ്ട്, പിന്നെ ഒരു 100 ദിറംസ്, പിന്നെ ഒരു 150 ദിറംസിൻ്റെ പാക്കേജസ് ഉണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിലെ രണ്ടാമത്തെ പാക്കേജ് എടുക്കുന്ന ആളുകൾ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആളുകൾക്കൊക്കെ ആ പാക്കേജ് എടുക്കുക. പക്ഷെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആണ്, അതായത് നിങ്ങൾ എടുക്കുന്ന ട്രേഡൊക്കെ പ്രോഫിറ്റബിൾ ആണ്, പക്ഷെ നിങ്ങൾ പിന്നെയും ട്രേഡ് എടുത്ത് ഓവർ ട്രേഡ് എടുത്ത് അത് നശിപ്പിക്കുന്നുണ്ട് എങ്കിൽ മൂന്നാമത്തെ പാക്കേജ്, ആ 150 ദിറംസിൻ്റെ പാക്കേജ് എടുക്കുക. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻസിൽ ചോദിക്കാം. അതല്ലെങ്കിൽ അതിനകത്ത് തന്നെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെ FAQ സെക്ഷനിൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരോടാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആ പാക്കേജ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പോ ഒക്കെ നിങ്ങൾ ആദ്യം ആ വെബ്സൈറ്റ് പോയിട്ട് അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം അത് സബ്സ്ക്രൈബ് ചെയ്യുക. ട്രേഡ് എടുക്കുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവർത്തിച്ച് പറയാണ്, എടുത്ത് ചാടിയൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ വലിയ എമൗണ്ട് ഇട്ടിട്ട് ട്രേഡ് എടുക്കരുത്. നിങ്ങൾ ഒരു ട്രയൽ എന്നുള്ള നിലയ്ക്ക് വെറും $100 നിങ്ങളുടെ നിലവിലുള്ള ബ്രോക്കർ ടെർമിനൽ, ഞാൻ പറയുന്നത് ഞാനൊരു ബ്രോക്കറോ ഫിനാൻഷ്യൽ അഡ്വൈസിങ് ഫേമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ടിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതോ ഒന്നുമല്ല. ഇത് ജസ്റ്റ് ഒരു ടേബിൾ മാത്രമാണ്. അതിനകത്ത് നിങ്ങളുടെ ക്യാപിറ്റൽ എൻ്റർ ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ലോട്ട് സൈസ് വേണ്ടത്, ലോട്ട് സൈസ് എടുക്കേണ്ടത് മാക്സിമം, അതുപോലെ എത്രയാണ് നിങ്ങളുടെ അന്നത്തെ പെർട്ടിക്കുലർ പ്രോഫിറ്റ് ടാർഗറ്റ്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ടൂള് മാത്രമാണത്. 60 ദിവസം ട്രയൽ ചെയ്യാതെ കഴിഞ്ഞാൽ 60 ദിവസം റീഫണ്ട് ഉണ്ട്. ഞാൻ UAE രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി ആയിട്ട് തന്നെയാണ് അത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് കോസ്റ്റ് വന്നിട്ടുണ്ട്. ഞാനത് ഫുള്ളായിട്ട് ഫ്രീ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ, പക്ഷേ എനിക്ക് അതിനകത്ത് കുറച്ച് ആ സാധനം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ടേബിൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും പിന്നെ അതിൻ്റെ കുറച്ച് കൺസൾട്ടേഷനൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് പൈസ ചിലവായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പെയ്ഡ് 2 പാക്കേജ് പെയ്ഡ് ആക്കിയിട്ടുള്ളത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അതിൻ്റെ ഫ്രീ പാക്കേജ് എടുത്താൽ മതി. അല്ലാത്ത ആളുകൾ ഈ പറഞ്ഞ 100-150 ദിറംസ് വിത്ത് 60 ഡേയ്സ് റീഫണ്ടിൽ നിങ്ങൾക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇനിയും വരുന്ന വീഡിയോകളിൽ ഞാൻ ചെയ്യുന്നുണ്ടാവും. എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു.